ഷീജാസ് ചേനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴപ്പിണ്ടിയും വൻപയറും കൂടെ വെച്ച് ഞാൻ തോരൻ വെക്കുവാണ്. വൻപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ വട്ടത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ട് അതിലുള്ള നാരുകളൊക്കെ വിരൽ ചുറ്റി എടുത്താൽ മതി. ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. വാഴപ്പിണ്ടിയിലൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ്. വാഴപ്പിണ്ടി ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ വാഴപ്പിണ്ടിയിൽ ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിന് ഏറെ സഹായം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മൂത്രത്തിക്കല്ലുള്ളവർക്കൊക്കെ മൂത്രത്തിക്കല്ല് നീങ്ങി കിട്ടാനൊക്കെ വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും ഒക്കെ ഭയങ്കര ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ മൂത്രനാളിയിൽ അണുബാധ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയും വേദനയും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വിളർച്ചയൊക്കെ തടയാൻ സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞെടുത്തു. അതിലേക്ക് ഒതുക്കി ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറുജീരകവും 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി നമുക്ക് വാഴപ്പിണ്ടിക്ക് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അരപ്പിലും കൂടെ ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒതുക്കിയപ്പോൾ ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ ഒന്ന് കല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ വെച്ച് ഒതുക്കിയെടുക്കാവുന്നതാണ്. വാഴപ്പിണ്ടി എല്ലാം അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൻപയറല്ലേ ഞാൻ ചേർക്കുന്ന. വൻപയറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് 3-4 വിസിലും കൂടെ കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വൻപയറാകട്ടെ, അതുകൊണ്ടാണ് ഞാൻ വൻപയർ ചേർത്തത്. ചെറുപയറാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും വാഴപ്പിണ്ടി മാത്രമായിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമല്ലേ വാഴപ്പിണ്ടി വാഴച്ചുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചീനച്ചട്ടി ചൂടായപ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു, കരിയാപ്പില ഇട്ടു, 2 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വറ്റൽമുളക് ഞാൻ ചേർത്തില്ല, 2 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. ഈ സമയം നമുക്ക് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാവുന്ന താണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ് ചേർത്തത് കേട്ടോ. അരപ്പിനൊരു പച്ചമണം കാണുമല്ലോ, ആ പച്ചമണം മാറാൻ വേണ്ടി എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഞാൻ വഴറ്റിയെടുക്കുവാണ്. അപ്പം എന്താണല്ലോ ഒരു മഞ്ഞപ്പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാണുമല്ലോ. അപ്പോൾ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കുറച്ച് വാഴപ്പിണ്ടി വേകാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 പീസ് വട്ടത്തിൽ കിടപ്പുണ്ട്. അത് ഞാനൊന്ന് കണ്ടില്ലായിരുന്നു കേട്ടോ അരിഞ്ഞപ്പോഴത്തേക്കും. അപ്പം ഞാനൊന്ന് അരിഞ്ഞെടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം വാഴപ്പിണ്ടിക്ക് നമ്മൾക്ക് ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ വൻപയറിന് മാത്രമാണ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടിക്ക് ഉപ്പ് ചേർക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തസമ്മർദ്ദം അകറ്റാനായിട്ട് വാഴപ്പിണ്ടി ജ്യൂസ് നല്ലൊരു ഔഷധമാണ് കേട്ടോ. പിന്നെ ഇതുവഴി നമുക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാം. അപ്പം നമുക്ക് വാഴപ്പിണ്ടിയെല്ലാം നമുക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വൻപയർ ചേർക്കാം. ആദ്യം തന്നെ നമ്മൾ വൻപയർ വേവിച്ച് വെച്ചതായതുകൊണ്ട് ഇനി നമ്മൾ വെള്ളം ചേർക്കുകയോ ഒന്നും ആവശ്യമില്ല. ഉപ്പും ചേർക്കേണ്ട ആവശ്യമില്ല. വാഴപ്പിണ്ടിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്ത് വെച്ച്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് വാഴയെന്ന് പറയുമ്പോഴത്തേക്കും വാഴയുടെ എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ. വാഴപ്പഴം പോലെ തന്നെ നമുക്ക് വാഴപ്പിണ്ടിയും ഭക്ഷ്യയോഗ്യമാണ്. പിന്നെ നാരുകളുടെ വൻ ശേഖരമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഴപ്പിണ്ടി വയറ് ശുചിയാക്കുന്നതിനും ചിലർക്ക് മലബന്ധമൊക്കെ കാണുമല്ലോ, അപ്പോൾ മലബന്ധം അകറ്റുന്നതിനും ഉത്തമമായ പരിഹാരമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ അമർക്കാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്